നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ ആ ഡീലും ഒഫീഷ്യലായിരിക്കുകയാണ്. റയൽ മാഡ്രിഡ് യുവ ലെഫ്റ്റ് ബാക്കിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ആൽവരോ കലേറസ് റയലിൽ ചേർന്നിരിക്കുന്നു. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. ബെൻഫിക്കയിൽ നിന്ന് നീണ്ട കാലത്തേക്കുള്ള കോൺട്രാക്റ്റിൽ 6 വർഷക്കാലത്തേക്കുള്ള കോൺട്രാക്റ്റിലാണ് താരത്തെ എത്തിച്ചിരിക്കുന്നത്. റയലിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡും ബെൻഫിക്കയും തമ്മിൽ എഗ്രിമെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ആൽവരോ കലേറസിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റയൽ ക്ലബിൽ അടുത്ത 6 സീസണിലേക്ക് അണ്ടിൽ 30th ജൂൺ 2031 തുടരുന്നതായിരിക്കും എന്നുകൂടി റയൽ മാഡ്രിഡ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. ആൽവരോ കലേറസ് റയൽ മാഡ്രിഡിൻ്റെ യൂത്ത് അക്കാഡമിയിൽ ട്രെയിൻ ചെയ്ത് വളർന്നയാളാണ്. അവിടെ 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ബെൻഫിക്കയിലേക്ക്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ബെൻഫിക്കയിലേക്ക് പോവുകയായിരുന്നു. അതായത് അണ്ടർ 23 പ്ലെയറായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2021-22 സീസണിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ബെൻഫിക്കയിലേക്ക് ചേക്കേറി. അവിടെ പോർച്ചുഗീസ് ലീഗ് കപ്പ് ഈ വർഷം അദ്ദേഹം നേടുകയുണ്ടായി എന്ന കാര്യം കൂടി റയൽ മാഡ്രിഡ് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള 22-കാരനായിട്ടുള്ള താരം തൻ്റെ ഫുട്ബോളിംഗ് കരിയർ ആരംഭിക്കുന്നത് റേസിംഗ് ഫെറോൾ എന്നുള്ള ക്ലബിലൂടെയാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ. അവിടെ നിന്ന് ഡിപ്പോർട്ടിവോ ലാ കെറൂണയിലേക്കും 2017-2020 കാലഘട്ടത്തിൽ റയൽ മാഡ്രിഡിൻ്റെ യൂത്ത് ടീമിലേക്കും അദ്ദേഹം ചേക്കേറി. അവിടെ നിന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകുന്നത്. 2020 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ബെൻഫിക്കയിലേക്ക് ചേക്കേറുന്നത്. ബെൻഫിക്കയിൽ നിന്ന് ഇപ്പോൾ റയൽ മാഡ്രിഡിലേക്ക് എത്തിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.